ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് നോക്കാം. ചാമ്പ്യൻസ് ട്രോഫിയിൽ നഷ്ടമെന്ന വാർത്ത തെറ്റെന്ന് പാകിസ്ഥാൻ. $10 മില്യൺ ലാഭം കിട്ടി. IPL സമ്മർദ്ദത്തെക്കുറിച്ച് ആദം ഗിൽക്രിസ്റ്റ് ജേക്ക് ഫ്രേസർ മക്ഗുറക്കിന് മുന്നറിയിപ്പ് നൽകി. IPL ഉദ്ഘാടന മത്സരത്തിന് മഴ ഭീഷണി. കോഹ്ലി എന്നെ പിന്തുണച്ചതുകൊണ്ടാണ് തൻ്റെ കരിയർ മാറിയത്. മുഹമ്മദ് സിറാജ്. പരിക്കേറ്റ മൊഹ്സിൻ ഖാന്റെ പകരക്കാരനായി ഷാർദുൽ താക്കൂർ LSGയിലേക്ക്. വാർത്തകൾ വിശദമായി. ചാമ്പ്യൻസ് ട്രോഫിയിൽ നഷ്ടമെന്ന വാർത്ത തെറ്റെന്ന് പാകിസ്ഥാൻ. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ആതിഥേയത്വം വഹിക്കുന്ന പാകിസ്ഥാന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡായ PCB തള്ളിക്കളഞ്ഞു. ഏകദേശം 86 കോടി രൂപ $10 ദശലക്ഷം ലാഭം നേടിയെന്ന് PCB പ്രസ്താവിച്ചു. PCB ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ടൂർണമെൻറ്റിലെ എല്ലാ ചെലവുകളും ICC ആണ് വഹിക്കുന്നത്. അതേസമയം അധിക വരുമാനം ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും ഗേറ്റ് മണിയിൽ നിന്നുമാണ് ലഭിച്ചത് എന്നും അവർ പറയുന്നു. ബോർഡ് തുടക്കത്തിൽ 65 കോടി ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും ലാഭം പ്രതീക്ഷകൾ കവിഞ്ഞു. സാമ്പത്തിക ഓഡിറ്റിന് ശേഷം ICC നിന്നും മറ്റൊരു 61 കോടി രൂപ പ്രതീക്ഷിക്കുന്നു എന്ന് PCB പറയുന്നു. IPL സമ്മർദ്ദത്തെക്കുറിച്ച് ആദം ഗിൽക്രിസ്റ്റ് ജേക്ക് ഫ്രേസർ മക്ഗുറക്കിന് മുന്നറിയിപ്പ് നൽകി. മുൻ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ആദം ഗിൽക്രിസ്റ്റ് IPLനെ കുറിച്ച് യുവ ഓപ്പണർ ജേക്ക് ഫ്രേസർ മക്ഗുറക്കിന് മുന്നറിയിപ്പ് നൽകി. ഫ്രാഞ്ചൈസികൾക്ക് മോശം പ്രകടനം സഹിക്കാനുള്ള ക്ഷമയില്ലെന്നും അതുകൊണ്ട് സ്ഥിരത പ്രധാനമാണെന്നും ഗിൽക്രിസ്റ്റ് പറഞ്ഞു. ക്യാപിറ്റൽസിനായി കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനം നടത്താൻ ഫ്രേസർ മക്ഗുറക്കിന് കഴിഞ്ഞിരുന്നു. IPL 2025 ലേലത്തിൽ റൈറ്റ് ടു മാച്ച് കാർഡ് അഥവാ RTM കാർഡ് ഉപയോഗിച്ച് 9 കോടി രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് താരത്തെ നിലനിർത്തിയത്. എന്നാൽ IPLലെ നല്ല അരങ്ങേറ്റം ഉണ്ടായിരുന്നിട്ടും ഫ്രേസർ മക്ഗുറക്കിന് സമീപകാല T20 ഫോം സ്ഥിരതയില്ലാത്തതാണ്. ഓസ്ട്രേലിയയ്ക്കായി 24 മത്സരങ്ങളിൽ നിന്നും വെറും 15.91 ശരാശരി മാത്രമാണ് താരത്തിനുള്ളത്. IPL ഫ്രാഞ്ചൈസികൾ അതുപോലെ ഫോം സഹിക്കില്ല എന്ന് ഗിൽക്രിസ്റ്റ് പറഞ്ഞു. IPL ഉദ്ഘാടന മത്സരത്തിന് മഴ ഭീഷണി. മാർച്ച് 22-ന് ഈഡൻ ഗാർഡൻസ് കൊൽക്കത്തയിൽ നടക്കുന്ന നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള IPL 2025 ഉദ്ഘാടന മത്സരം കനത്ത മഴ ഭീഷണി നേരിടുന്നതായി കാലാവസ്ഥാ റിപ്പോർട്ട്. മാർച്ച് 20 മുതൽ 22 വരെ പശ്ചിമ ബംഗാളിൽ ഉടനീളം കനത്ത ഇടിമിന്നലും ശക്തമായ കാറ്റും മിന്നലും ഉണ്ടാകുമെന്ന് ഇത് മത്സരത്തെ തടസ്സപ്പെടുത്തിയേക്കാമെന്നും അലിപൂർവ്വ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നു. കോഹ്ലി എന്നെ പിന്തുണച്ചതുകൊണ്ടാണ് തൻ്റെ കരിയർ മാറിയതെന്ന് മുഹമ്മദ് സിറാജ്. 7 സീസണുകൾക്ക് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അഥവാ RCB വിടുന്നത് എളുപ്പമായിരുന്നില്ല എന്ന് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് പറഞ്ഞു. വിരാട് കോഹ്ലിയിൽ നിന്ന് തനിക്ക് ലഭിച്ച വലിയ പിന്തുണയെക്കുറിച്ചും സിറാജ് സംസാരിച്ചു. സിറാജിന് IPL 2025 മെഗാലയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 12.25 കോടിക്കാണ് സ്വന്തമാക്കിയത്. RCB വിടുന്നത് എനിക്ക് അല്പം വൈകാരികമായെന്ന് കാരണം വിരാട് ഭായ് എന്നെ കഠിനമായ സമയങ്ങളിൽ വളരെയധികം പിന്തുണച്ചിരുന്നു. തൻ്റെ മോശം സമയത്ത് കോഹ്ലി നൽകിയ പിന്തുണ എന്നെ ഏറെ സഹായിച്ചിരുന്നു. അതിനുശേഷമാണ് തൻ്റെ കരിയർ ഗ്രാഫ് മാറിയത്, സിറാജ് പറഞ്ഞു. മാർച്ച് 25-ന് പഞ്ചാബ് കിങ്സിനെതിരെയാണ് ഗുജറാത്ത് തങ്ങളുടെ സീസൺ ആരംഭിക്കുന്നത്. ACL പരിക്ക് മൂലം IPL 2025 നിന്നും പുറത്തായ മൊഹ്സിൻ ഖാന്റെ പകരക്കാരനായി ലക്നോ സൂപ്പർ ജയൻസ് LSG ഷാർദുൽ താക്കൂറിനെ സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നു. മെഗാലയത്തിൽ വിറ്റുപോകാതെ പോയ താക്കൂർ ഇപ്പോൾ ടീമിനൊപ്പം പരിശീലനം നടത്തുകയാണ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ LSGയുടെ സീസൺ ഓപ്പണർ മത്സരത്തിനായി താരം വിശാഖപട്ടണത്തിലേക്ക് പോകും. മായങ്ക് യാദവ്, ആകാശ് ദീപ്, ആവേശ് ഖാൻ എന്നിവർ ഇപ്പോഴും സുഖം പ്രാപിക്കുന്നതിനാൽ LSGയുടെ പേസ് ആക്രമണം നിരവധി പരിക്കിൻ്റെ ആശങ്കകൾ നേരിടുകയാണ്. ഒക്ടോബർ മുതൽ ഒന്നിലധികം പരിക്കുകളോടെ മല്ലിടുന്ന മായങ്ക് യാദവ് ബൗളിംഗ് പുനരാരംഭിച്ചെങ്കിലും എപ്പോൾ തിരികെ എത്തുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഇതോടെ ഇന്നത്തെ ക്രിക്കറ്റ് മാനിയ ന്യൂസ് അവസാനിക്കുന്നു.